പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവാകുന്ന പുതുവീഞ്ഞ്, അതിനെക്കുറിച്ച് തന്നെ ധ്യാനിക്കണം ഇന്നത്തെ ദിവസം. ക്രിസ്തുവാകുന്ന പുതുവീഞ്ഞ്, അതിനെ ഉൾക്കൊള്ളാൻ എൻ്റെ പഴയ തോൽക്കുടങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യാനുള്ളത് എൻ്റെ ജീവിതം പുതുക്കുക എന്നുള്ളതല്ലേ. ക്രിസ്തു പുതുവീഞ്ഞാണ് എപ്പോഴും. മറ്റുള്ളവരെ ലഹരി പിടിപ്പിക്കുന്ന വിധത്തിൽ അവൻ ഇങ്ങനെ ജീവിതത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ, കർത്താവ് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ലഹരി പിടിച്ച പോലെയാണ്. ഈ പെന്തക്കുസ്തായുടെ അന്ന് ശിഷ്യന്മാരെ നോക്കിയിട്ട് അന്നത്തെ ജനം വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രാവിലെ തന്നെ പുതുവീഞ്ഞു കുടിച്ച് ഉന്മത്തരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ മനുഷ്യർ, കർത്താവിനെ കൊണ്ട് നിറയുന്ന മനുഷ്യർ ഈ ലോകത്തുള്ള മറ്റെല്ലാ ലഹരികളെക്കാളും മീതെ ഇങ്ങനെ സന്തോഷം അനുഭവിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും ഇവര് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ സന്തോഷം കിട്ടുന്നു എന്ന് പറയുന്നത് വെറുതെയാണെന്ന് പിന്നീട് അവർ പറയും. അസ്വസ്ഥതയും തലവേദനയും ഒക്കെയായി ഇങ്ങനെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്ന ലഹരിക്ക് അടിമപ്പെട്ടു പോയ മക്കള്. പക്ഷേ ഈ ലഹരി, ക്രിസ്തുവെന്ന ലഹരി, ക്രിസ്തുവാകുന്ന പുതുവീഞ്ഞ് ഒരു തവണ സ്വീകരിച്ചാൽ പിന്നെ നമുക്കിനി അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവന് വേണ്ടി ജീവിക്കാനേ പറ്റുള്ളൂ. കർത്താവെ, അങ്ങയെ, അങ്ങാകുന്ന പുതുവീഞ്ഞിനെ സ്വീകരിക്കാൻ തക്കവിധം എൻ്റെ ജീവിതത്തെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തെ പഴയ തോൽക്കുടങ്ങളൊന്ന് പുതിയതാക്കി തീർക്കാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും നാളായിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാത്തത് എന്നുള്ളൊരു ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്ന പല ക്രിസ്ത്യാനികളെയും കണ്ടിട്ടുണ്ട്. നമ്മളതിനിടം കൊടുത്തിട്ടില്ലല്ലോ. അവന് വന്ന് നിറയാനും മാത്രം എൻ്റെ ജീവിതത്തെ ഞാൻ ഒരുക്കിയിട്ടില്ലല്ലോ. വേണ്ട, പോകരുതേ, നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം എന്ന് എത്ര തവണ നമ്മൾ ആവർത്തിച്ച് പാടിയതാണെന്നേ. ഞാൻ തീർത്തു കൊള്ളാം, നിനക്ക് വേണ്ടി, നിനക്കായിട്ടൊരു പൂമണ്ഡപം ഞാൻ ഒരുക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ? കർത്താവിന് വേണ്ടി, കർത്താവിനെ സ്വീകരിക്കാനും വേണ്ടി നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഒരുക്കിയിട്ടുണ്ട്? ഒരു പൂവിറുത്ത് തിരുനടയിൽ വെച്ചിട്ട്, തിരുഹൃദയ നടയിൽ വെച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ഈശോ കുടുംബത്തിലേക്ക് കടന്നു വരാനായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞല്ലോ, ഒരു പൂ പോലും പറിച്ചു വെക്കാത്ത വിധത്തിൽ കർത്താവാകുന്ന പുതുവീഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങി എന്നാ പറയണേ. ജീവിതത്തിൽ എങ്ങനെ കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക്, ഞങ്ങൾ ഓരോരുത്തരിലേക്ക് ക്രിസ്തുവാകുന്ന പുതുവീഞ്ഞ് വന്ന് നിറയാൻ സാധിക്കുന്ന വിധത്തിലുള്ള മനുഷ്യരായി മാറാൻ ഞങ്ങളിങ്ങനെ വിശുദ്ധി കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവാകുന്ന പുതുവീഞ്ഞിനെ സ്വീകരിച്ച് ഈ കൂടെയുള്ളവർക്കൊക്കെ സ്വർഗത്തിൻ്റെ ലഹരി പകരുന്ന മനുഷ്യരായി ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കളയാതെ ജീവിക്കാനുള്ള വലിയ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നമ്മൾ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുന്ന നേരമാണ്. കർത്താവാകുന്ന പുതുവീഞ്ഞിനെ സ്വീകരിക്കാൻ എനിക്കിങ്ങനെ പോയാൽ പോരാ, സാധാരണക്കാരനായി ജീവിച്ചാൽ പോരാ, ഇതുപോലുള്ള സാധാരണ ജീവിതം ജീവിച്ചാൽ പോരാ എന്നുള്ള തീരുമാനം എടുക്കണം. ഇപ്പൊ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടാവണം. കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ടു പോകണ്ടേ നമുക്ക്? കുറച്ചുകൂടെയൊക്കെ സ്നേഹത്തിൽ മുന്നോട്ട് പോകണ്ടേ നമുക്ക്? കുറച്ചുകൂടിയൊക്കെ കരുതലോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. കർത്താവെ, ഞങ്ങളെ സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ, കുറച്ചുകൂടെയൊക്കെ കരുതലോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുക്കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഒന്ന് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങാകുന്ന പുതുവീഞ്ഞിനെ സ്വീകരിക്കാൻ അങ്ങ് തന്നെ ഞങ്ങൾക്ക് ഒരുക്കം തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഇപ്പോഴും
പഴയ മനുഷ്യരാണ് ഞങ്ങൾ. കർത്താവ് തൻ്റെ സ്നേഹം ഓരോ ദിവസവും പുതുക്കുന്നുവെന്ന് വചനം പറഞ്ഞിട്ട് ഞങ്ങളിപ്പോഴും പഴയ മനുഷ്യരാണ്. ഈ പള്ളിയിൽ നിൽക്കുന്ന നേരത്ത് പോലും ഞങ്ങൾക്ക് പഴയ സീറ്റ് തന്നെയാണ്. ഒന്ന് മാറിയിരിക്കാനോ മുന്നോട്ട് കയറാനോ ഞങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല കർത്താവെ. അത്രയും ഞങ്ങൾ ഫ്രജൈലാണ്, അത്രയും ഞങ്ങൾ ദുർബലരാണ് കർത്താവെ. അങ്ങ് തന്നെ, അങ്ങാകുന്ന പുതുവീഞ്ഞിൻ്റെ വീര്യത്തിനനുസരിച്ച് അങ്ങ് തന്നെ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് അങ്ങയെ ഉൾക്കൊള്ളാൻ പാകത്തിന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി തരണമേ എന്ന വലിയ അപേക്ഷയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കും. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.